എനിക്കൊരു മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ വിശ്വസിക്കണം. ഇതിന്റെ നീളം കണ്ടോ? ഇതിന് 7 അടി ഉണ്ടായിരുന്നു. കമന്റ് ബോക്സിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇനിയും നീളൂന്ന്. പറഞ്ഞോണ്ടൊന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ച് നോക്കിയത്. അപ്പൊ സംഭവത്തിന് ഭയങ്കര നീളമുണ്ട്, 7 അടി നീളമുണ്ട്. ഇതിനെയാണ് ഞാൻ 3 അടി എന്ന് അപമാനിച്ചത്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്തായാലും സാധനത്തിന് റിങ് വന്നില്ലല്ലോ, അതോടെ തിരിച്ചെടുത്തല്ലേ പറ്റത്തോളൂ. എന്തായാലും നാണം കിട്ടിയത് നിങ്ങൾ ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളായി 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഷോർട്സ് 2 ദിവസം കൊണ്ട് ഷോർട്സ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഭയങ്കര ഇരുട്ടാണെന്ന്. മഴ ഉണ്ടെങ്കിൽ പിന്നെ എടുക്കാനും പറ്റില്ല, പിന്നെ സൗണ്ടും കിട്ടത്തില്ല. അപ്പോൾ കുറേ പേര് പറയുന്നത് കേട്ടായിരുന്നു ഞാനാണെങ്കിൽ ഈ ഡയറ്റ് തുടങ്ങി ഞാൻ ഗുണ്ടുമണി ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 2 ദിവസം കൊണ്ട് ക്ഷീണിച്ച്, കണ്ടിട്ട് തോന്നുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ ശരിക്കും ക്ഷീണിച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ ആയിട്ട് തേരാപ്പാര നടക്കുമായിരുന്നു. ഇന്നാണ് ശരിക്കും ഞാനൊന്ന് ഫ്രീ ആയത്. അപ്പം ഇന്നപ്പം ഡയറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്താന്ന് ചോദിച്ചാൽ എടുത്തില്ല. കാരണം കഴിഞ്ഞ ദിവസത്തേക്ക് ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം ഞാനോർത്ത് നാളെ എടുത്തിട്ട് മറ്റന്നാൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. എന്തു കാര്യമൊന്നും ഓർമ്മയില്ല, എന്നാലും ഓർത്തിട്ട് ഞാൻ പറയാവേ. അപ്പോൾ ഇന്ന് ആമസോൺകാർ വന്നിട്ടാണെങ്കിൽ സാധനം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അവർ പറഞ്ഞ് സംഭവത്തിൻ്റെ റിങ് എന്തേലും ചോദിച്ചു. അമ്മ എനിക്ക് റിങ് ഇല്ലാതെ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ റീപ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് റിങ് ഇല്ലെങ്കിൽ നമുക്ക് സാധനം എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവരെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞിട്ട് എന്തോ ചെയ്യാനാ, വിളിച്ച് പറഞ്ഞിട്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ട് പിന്നെ പുതിയ സാധനം റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇനി റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ ഗൂഗിളിൽ കയറിയുടെ ഞാനെനിക്ക് ആമസോൺ കസ്റ്റമർ കെയർ നമ്പർ നിയർ പുനലൂർ, നിയർ കൊല്ലം, നിയർ കേരള, ഇങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സെർച്ച് നോക്കി. പക്ഷേ പിന്നെ ഞാൻ അറിഞ്ഞത് ആമസോൺകാർക്ക് അങ്ങനെ കസ്റ്റമർ കെയർ നമ്പറൊന്നും ഇല്ലെന്ന്. പിന്നെ ആണെങ്കിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ വീഡിയോ ഒക്കെ കയറി തപ്പി അലഞ്ഞ് ഞാൻ ഒരു വിധം ഞാൻ എൻ്റെ കസ്റ്റമർ കെയർ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല, പിന്നെ വേറൊരു രീതിയിലാണ് ചെയ്തത്. അത് ഏത് രീതിയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തു തരാം, അറിയണമെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ഞാൻ വേറൊരു രീതിയിലൊക്കെ കയറി ചെയ്ത് സംഭവം ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇനി സാധനം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഇനി റീഫണ്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ ശരി ആയിക്കോട്ടെ, റീഫണ്ട് എനിക്ക് ആ കോലും കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പുതിയൊരു സാധനം ഞാൻ മുമ്പ് ഓർഡർ ചെയ്തതിൻ്റെ അതേ സാധനം തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വീണ്ടും പറ്റിക്കപ്പെടുമെന്ന് കണ്ടറിയാം. എന്തായാലും സാധനം ഉടനെ വരും. ഡാസ്ലറിന് ഞാൻ മറ്റേ ഈ മെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ മെയിലിന് എനിക്ക് റിപ്ലൈ വന്നിട്ട് അവർ ചോദിച്ച് അവരൊരു സംഭവം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് ആണെന്ന് തോന്നണേ. ഡീറ്റെയിൽസൊക്കെ കുറച്ച് ദിവസമായിട്ട്, ഇപ്പം 3-4 ദിവസത്തോളമായി. അപ്പം അതായത് ഞാൻ ഇൻ്റർവ്യൂവിന് പോകാമെന്ന് പറഞ്ഞിട്ട് അന്നാ സംഭവം വന്നത്. അപ്പം കുറേ സംഭവങ്ങൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടോ? എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടോ? എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മളത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെയും ചോദിക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവരങ്ങനെയൊന്നും ചോദിക്കത്തൊന്നുമില്ല, ഉണ്ടോ ഇല്ലേന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ 4 to 7, ഇല്ലെങ്കിൽ 7 to 10, ഇത്ര ദിവസത്തിനകത്ത് അവർ റിപ്ലൈ തരും. റിപ്ലൈ തന്നില്ലെങ്കിൽ അവരെ ഏതോ ഒരു രീതിയിൽ കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ എത്ര ദിവസമായി? സാധനം വരുമായിരിക്കും, വന്നിട്ട് വേണം എനിക്ക് സുണ്ടയ്ക്കൊന്ന് സമർപ്പിക്കാൻ. എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മറന്ന് പോകുന്ന കുഴപ്പമുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് വായിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കും, ഞാൻ നോക്കി വായിക്കുക. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കാതെ ഞാൻ അന്നേരം അങ്ങ് പറയുക. അപ്പോൾ പിന്നെ എന്തോട്ടോ പറയാൻ ഞാൻ വന്നേ. എനിക്ക് ഒരു മിനിറ്റ് ഞാൻ ഓർത്തോക്കട്ടെ. എൻ്റെ അടുത്തൊരു കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ക്ലിയർ സ്കിൻ എന്നാണോ ചോദിച്ചത്, ബ്രൈറ്റ് സ്കിൻ എന്നാണോ ചോദിച്ചത്. എന്തായാലും എങ്ങനെയാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള സ്കിൻ, ക്ലിയർ സ്കിൻ എന്ത് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അത്രയ്ക്ക് വലിയ ക്ലിയർ സ്കിന്നൊന്നും അല്ല. എനിക്ക് മുഖക്കുരു ഇല്ല കേട്ടോ. എനിക്ക് മുഖക്കുരു ഇല്ലയെന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാം എൻ്റെ മുഖത്തുണ്ട്. ഡാർക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, ഡാർക്ക് ഹെഡ്സ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, വൈറ്റ് ഹെഡ്സ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട്. പിന്നെ എൻ്റെ പിരികത്തിൻ്റെ അവസ്ഥ ഉണ്ടോ? ഞാൻ ഒരു വട്ടം ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പണ്ടൊരു വട്ടം. അത് കഴിയുമ്പോൾ ഞാൻ ത്രെഡ് ചെയ്തില്ല. കാരണം എൻ്റെ കാട് പോലെ അങ്ങ് പിരികമായതുകൊണ്ട് ചെയ്താലും ഉടനെ കിളിച്ചിരും. പിന്നെ വെറുതെ നമ്മൾ 50 രൂപ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെച്ച് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടേന്ന്. എന്നിട്ട് എന്താണ് പറഞ്ഞോണ്ടിരുന്നത്? എൻ്റെ മുഖത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല പറഞ്ഞാൽ ശരിക്കും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് പറയാൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, മുഖത്തൊന്നും ചെയ്യത്തില്ല. ഞാനാണെങ്കിൽ
മെയിനായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ആവശ്യമില്ലാതെ തൊടത്തേയില്ലെന്ന് പറഞ്ഞാൽ ചിലരുണ്ട് ഇങ്ങനെ തൊട്ടിരിക്കുകയും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ തൊട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മോക്കുരു വരും. മോക്കുരു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു 2 ദിവസം അടുപ്പിച്ച് തൊട്ടാൽ മോക്കുരു വരാൻ തുടങ്ങും. എനിക്കത് തോന്നിയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ മുഖത്ത് ആവശ്യമില്ലാതെ ആവശ്യമില്ലെന്ന് വെച്ചാൽ ഞാൻ തൊടാറേ ഇല്ല. പിന്നെ ഞാൻ സോപ്പൊന്നും ഉപയോഗിച്ച് മുഖം കഴുകാറില്ല. ഞാൻ ചുമ്മാ വെള്ളം ഒഴിച്ച് ഞാൻ ഈ ഫേസ് വാഷൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടി ഒന്നും ഞാൻ ഇടാറില്ല. ഞാൻ ചുമ്മാ വെള്ളം ഒഴിച്ച് ഇറക്കാറേ ഉള്ളൂ. ഞാൻ മുഖത്ത് തൊടാത്തതുകൊണ്ട് മുഖക്കുരു വരാറില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു സാധനം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മോക്കുരു വരും. കാരണം ഞാൻ മുട്ട നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് മുട്ട തിന്നു. ഇഷ്ടം പോലെ മുട്ട തിന്നുകൊണ്ട് മുട്ടയുടെ ഭാഗമായിട്ട് എനിക്ക് മോക്കുരൊക്കെ വരാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മുട്ട 2 ദിവസം തിന്നാതിരിക്കുമ്പോഴത്തേക്കും ദേഹം വിചാരിക്കും ഇവള് മുട്ട കഴിക്കുന്നത് നിർത്തിയെന്ന്. അന്നത്തേക്കും മോക്കുരൊക്കെ അങ്ങ് മാറും. അപ്പം ഞാൻ പാറ്റിച്ചെന്നുകൊണ്ട് ഞാൻ വീണ്ടും തിന്നും. ഇങ്ങനെ ഞങ്ങൾ തമ്മിലൊരു തേരോട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് മോക്കുരു ഇപ്പം ഞാൻ 2 ദിവസം കൊണ്ട് മുട്ട അധികം കഴിക്കാത്തതുകൊണ്ട് മോക്കുരു ഇല്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും മോക്കുരു വരും. കാരണം ഞാൻ മുട്ട തിന്നാൻ പോവാം. ആണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു മുഖക്കുരു വരത്തില്ല എന്ന്. അപ്പം ഞാൻ കൊണ്ടോ സാധനം ചരിഞ്ഞു പോകുന്നുണ്ടോ പണ്ടാരം. അപ്പം ആണെങ്കിൽ എന്തോ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മരുന്ന് മുമ്പ് ഒരു വെയിറ്റ് ഗെയിൻ്റെ മരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ മുഖക്കുരുവിന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ദാണ്ടിത്. എൻ്റെ അനിയത്തി യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പേര് ഗ്ലൈക്കോ ആസിഡ് ക്രീം 66% W/W ഇങ്ങനെയൊക്കെയാണോ വായിക്കുന്നത് ഇനി അറിയാൻ പാടില്ല. ഗ്ലൈക്കോ ആസിഡ് ക്രീം ഇതാണ് പേര്. ഇതിന് 220 രൂപയാണെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് 220 രൂപ ആയിരിക്കും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഈ സംഭവം തേച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മോക്കുരു മാറും കേട്ടോ. പെട്ടെന്ന് മോക്കുരു മാറും എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും ആയിട്ടില്ല ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. പെട്ടെന്ന് ഇവിടുത്തെ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഞൊരച്ച് ചിലർക്ക് ഭയങ്കരമായിട്ട് ഞൊരച്ച് ഇങ്ങനെ മോക്കുരു വരുമല്ലേ. ആ സംഭവം അവർക്ക് ഇതുപോലെ ആയിരുന്നു. അവർക്ക് ഇല്ലായിരുന്നു. പക്ഷേ എനിക്കറിയാം പെട്ടെന്ന് മോക്കുരു വന്നിട്ട് പെട്ടെന്ന് ഇപ്പം ഓൾമോസ്റ്റ് മാറാറായി. അപ്പം ഈ സംഭവം ഞാൻ ഡയറക്റ്റ് കണ്ട എക്സ്പീരിയൻസ് ഉള്ളത് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്താലും ഇനിയിപ്പം ആര് റെഫർ ചെയ്താണെങ്കിലും ആര് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അവരുടെ സ്കിൻ പോലെ ആയിരിക്കത്തില്ല നമ്മുടെ സ്കിന്ന്. എന്ത് സാധനം യൂസ് ചെയ്താലും ആദ്യം ഇവിടെ ഒന്ന് തേച്ച് വെക്കുക. എൻ്റെ അടുത്ത് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നഖം ഷേപ്പ് ചെയ്തേക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ ഓർത്തു ശരി നമ്മളിപ്പോൾ നോർമലി നഖം ഷേപ്പ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ നഖം നോർമലി ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ പൊട്ടിപ്പോവും, വളഞ്ഞു പോകും, ഒടിഞ്ഞു പോകും, കുറേ കഴിയുമ്പോൾ ഒടിഞ്ഞു പോകും. അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ നഖം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. ആലോചിച്ച് വീഡിയോ എടുത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അത്രയും കണ്ട് സമയം പോകുന്നതിനേക്കാളും ബെറ്ററല്ലേ ഞാൻ പറഞ്ഞങ്ങ് തരുന്നേ എന്ന് വിചാരിച്ച്. കൂടുതലൊന്നുമില്ല. കുറച്ച് വെള്ളം ചൂടാക്കുക, അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് കാല് താത്ത് വെക്കുക. കാല് താത്ത് വെച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കാല് താത്ത് വെച്ചിരിക്കുക. നല്ല സുഖമായിരിക്കും, നല്ല സുഖം. ആ കാല് വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കാല് കുറച്ച് സോഫ്റ്റ് ആകും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് സ്ക്രബ് ചെയ്ത് കളയാം. എനിക്ക് സ്ക്രബ്ബറൊന്നുമില്ല, ഇവിടെ കല്ലിലാണ് ഒരയ്ക്കുന്നത്. കല്ലൊരയ്ക്കുന്നതാണ് സൂപ്പർ. അപ്പം കാലൊരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം പോയി കഴിയും. അതുപോലെ തന്നെ ആ സ്ക്രബ്ബറോ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നഖം വെട്ടിയിടാൻ നമുക്ക് ഒത്തിരി സെക്ഷൻസ് ഇല്ലേ. അതിനകത്ത് ഒരു സെക്ഷൻ വെച്ചിട്ട് ഞാൻ നഖത്തിന് ചുറ്റുമുള്ള സ്കിൻ റിമൂവ് ചെയ്യാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി നഖം ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഷേപ്പ് ചെയ്യുന്ന പോലെ പാറക്കല്ല് കണക്കായിരിക്കത്തില്ല. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചെയ്താലും പെട്ടെന്ന് ഷേപ്പാവും എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കൈ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് നഖത്തിൻ്റെ എല്ലാം കട്ടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വട്ടം ഇങ്ങനെ ആക്കുമ്പോഴേക്കും നഖം അതിൻ്റെ രീതി ഷേപ്പായി പോകും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഷേപ്പ് ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ഒക്കത്തില്ല ചേച്ചി ഞങ്ങൾക്ക് ഡെമോ വേണം എന്നാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ നിങ്ങളെ ഇരുത്തി ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ ഇനി അടുത്ത വീട്ടിലേക്ക് കാണുന്നതുവരെ ബൈ.